മൗലവി വിഭാഗത്തിലെ വനിതാ വിഭാഗം നേതാവായ ജമീല ടീച്ചർ സിഹിർ ഫലിക്കുമെന്ന മൗലവിമാരുടെ വാദത്തെ ശക്തമായി വിമർശിക്കുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായി അള്ളാഹുവിന് മാത്രമേ സഹായിക്കുവാനും ഉപദ്രവം ചെയ്യാനും കഴിയുകയുള്ളൂ എന്ന മുജാഹിദ് തൗഹീദിന് നേർവിരുദ്ധമാണ് സിഹിർ ഫലിക്കുമെന്ന വാദമെന്നും ടീച്ചർ പ്രഖ്യാപിക്കുന്നു. അത്തരം സീഡികളെ മസാല സീഡികൾ എന്നാണ് ടീച്ചർ വിളിക്കുന്നത്. തന്റെ വിഭാഗത്തിലെ തന്നെ ഒരു വിഭാഗം നേതാക്കളെ മുശ്രിക്കാക്കി ജമീല ടീച്ചർ മൗലവി വിഭാഗത്തിന്റെ ഒരു വനിതാ സമ്മേളനത്തിൽ ഈയടുത്ത് പ്രസംഗിച്ചത് കേൾക്കുക. ഞാനിത് പറയുമ്പോൾ ചെറിയൊരു അനുഭവം നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഏകദേശം ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ച് വിടപ്പെട്ട മുജാഹിദ് കുടുംബത്തിലെ ഒരു പെൺകുട്ടി. പട്ടിണിയും പ്രയാസങ്ങളും അവരുടെ കുടുംബത്തിലെ ഒരു നിത്യ പതിവായിരുന്നു. അതോടൊപ്പം വിദ്യാഭ്യാസം കുറഞ്ഞ, സംസ്കാരം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത, പ്രത്യേകിച്ച് ഒരു ഖുറാഫി കുടുംബത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയായിരുന്നു അമ്മായിമ്മ. അവരിൽ നിന്നുള്ള പീഡനങ്ങളും ഒരുപാട് അവൾ കേൾക്കേണ്ടി വന്നിരുന്നു. ഭർത്താവ് ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ സംരക്ഷണം അവൾക്ക് ആ നിലക്ക് നഷ്ടപ്പെട്ടു വരികയാണ്. അതോടൊപ്പം നല്ല വാക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടവരായ അമ്മായിമ്മ നിത്യവും കുത്തുവാക്കുകളും ഉള്ളുവാക്കുകളും പറഞ്ഞുകൊണ്ട് അവളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടെ അമ്മായിമ്മക്കിൽ നിന്ന് അവൾക്ക് കേൾക്കേണ്ടി വരുന്നത് ഭീഷണിയാണ്. എടി, നിന്നെ ഞാൻ സിഹിർ ചെയ്തുകൊണ്ട് കൊല്ലുമെടി. പക്ഷേ ഒരു മുജാഹിദ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയായതുകൊണ്ട് അവൾ ആ ഭീഷണിയെ അതിന്റേതായ അവഗണനയോടുകൂടി തന്നെ പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ഇതിലിടയ്ക്ക് എന്ത് സംഭവിച്ചു? അടുത്ത കാലത്തായിട്ട് ഇത്തരം വിശ്വാസങ്ങൾക്ക് ആക്കം കൂട്ടുന്ന, വീഴാൻ പോകുന്നിടത്തൊരു ഉന്തി എന്ന് പറയുന്ന രൂപത്തില് മനസ്സിന്റെ അബോധ മനസ്സിൽ എങ്ങാണ്ടോ മറഞ്ഞു കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് വളർച്ച നൽകുന്ന രൂപത്തിലുള്ള 1-2 മസാല സീഡികൾ അവൾ കേൾക്കാനിടയായി. അത് കേട്ടത് 1-2 മസാല സീഡികൾ അവൾ കേൾക്കാനിടയായി. 1-2 മസാല സീഡികൾ അവൾ കേൾക്കാനിടയായി. സിഹിർ ബാധ പോലുള്ള നമുക്ക് പ്രത്യക്ഷമായി കണ്ടെത്താൻ കഴിയാത്ത കാരണങ്ങളാൽ ശരീരത്തിന് സംഭവിക്കാവുന്ന വ്യത്യാസങ്ങളും രോഗങ്ങളും. ഒരാള് സിഹിർ ചെയ്യാൻ പാടില്ല, ശിർക്കാണ്, അത് ഗുരുതരമായ തിന്മയാണ്. പക്ഷെ ഏതെങ്കിലും ശത്രുക്കൾ പ്രവർത്തിച്ചാൽ ചെറിയ രൂപത്തിലെങ്കിലും അതിന്റെ സ്വാധീനം ഉണ്ടാകാം. ചില വലിയ രൂപത്തിലുണ്ടെങ്കിലും മരണം വരെ ഉണ്ടാവാം. പക്ഷേ പ്രവാചകന് വരെ സിഹിർ ബാധിച്ചു, മാട്ടുമാരണം നടത്തിയിരിക്കുക. അപ്പോൾ സഹോദരങ്ങളെ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇതുകൊണ്ട് വന്നേക്കാം, പക്ഷെ ചെയ്യാൻ പാടില്ല. നമുക്കെതിന് സിഹിർ ചെയ്താൽ സിഹിർ നമുക്ക് ബാധിക്കും. ഏത് ആൾക്കും സിഹിർ ബാധിക്കാം അള്ളാഹുവിന്റെ കാവലില്ലെങ്കിൽ. ഏത് സ്വാലിഹിനും ബാധിക്കാം എന്ന് തെളിയിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ മറിച്ച് ചെയ്താ ഫലിക്കോ ഏതുപോലെ ഷിർക്ക് മഹാപാപമാണ്, ഖത്ലുൻ നഫ്സ് മഹാപാപമാണ് എന്ന ഷിർക്ക് എന്ന് പറഞ്ഞിട്ടൊന്നില്ലേ? ഉണ്ട്. ഒരാൾ വേറൊരാളെ കൊല്ലപ്പെട്ടോ മരിച്ചു പോകൂലേ? മരിച്ചു പോകും. അതേപോലെ സിഹിർ ഹറാമാണ്, പാടില്ലാത്തതാണ്, മഹാപാപമാണ്. ചെയ്ത ബാധിക്കോ? ബാധിക്കും. അത് കേട്ടതോടുകൂടിയിട്ട് അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്ക് വേരി മുളച്ചു. സംശയത്തിന്റെ ആനുകൂല്യം അവിടെ കടന്നു വന്നു. അമ്മായിമ്മ തനിക്കെതിരെ സിഹിർ ചെയ്യുമോ, തന്നെ കൊന്നുകളഞ്ഞേക്കുമോ, തന്റെ മക്കളെ നശിപ്പിച്ചേക്കുമോ എന്നുള്ള സംശയങ്ങൾ അവിടെ മനസ്സിൽ കടന്നു വരികയും സംശയങ്ങൾ ക്രമേണ ആശങ്കയായി മാറുകയും ആശങ്ക ആകുലതയായി മാറുകയും ആകുലത വിഭ്രാന്തിയായി മാറുകയും ഒരു 2 ആഴ്ച മുമ്പ് ഈ പെൺകുട്ടിയെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കേണ്ടി വരികയും ചെയ്തു. ലഘു മാനസികം എന്നുള്ള രോഗം ബാധിച്ചുകൊണ്ട്. ഞാൻ ഈ പറയുന്നത് കളവായ ഒരു കാര്യമല്ല. ഒരു 2 ആഴ്ച മുമ്പ് എന്റെ വീടിന്റെ തൊട്ടടുത്ത് സംഭവിച്ചൊരു അനുഭവമാണ് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ കുരക്കും പട്ടി കടിക്കുകയില്ല എന്ന് ചൊല്ലി പറഞ്ഞതുപോലെ 4-5 വർഷത്തോളമായിട്ട് നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്ന അമ്മായിമ്മ ഒരിക്കലും തന്റെ മരുമകൾക്കെതിരെ ഒരു സിഹിറും ചെയ്തിട്ടില്ല. ആരെയും സമീപിച്ചിട്ടില്ല, തങ്ങന്മാരെ സമീപിച്ചിട്ടില്ല, പണിക്കന്മാരെ സമീപിച്ചിട്ടില്ല. ഒരു ചെമ്പരത്തിപ്പൂവോ ഒരു മഞ്ഞപ്പൊടിയോ ഒരു കുറ്റിമുടിയോ ഒന്നും കൊണ്ടുവന്നുകൊണ്ട് ഇവൾക്കെതിരിൽ എന്തെങ്കിലും ക്ഷുദ്രമായ പ്രവൃത്തി അവർ ചെയ്തിട്ടില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവരുടെ മനസ്സിൽ എങ്ങാണ്ടോ മറിഞ്ഞു കിടന്നിരുന്ന അന്ധവിശ്വാസങ്ങളെ ഊതി വീർപ്പിക്കാൻ പറ്റിയ ചില പ്രസംഗങ്ങൾ അവൾക്ക് കേൾക്കാനിടയായി. ഇബ്ലീസ് അവരുടെ മനസ്സിലേക്ക് അത് ഇട്ടുകൊടുത്തു. അത് അവരുടെ മനസ്സിൽ വസ്വാസുകൾ ഉണ്ടാക്കി വെച്ചു. അക്കാരണമായിട്ട് അവരുടെ മനസ്സിൽ ആവലാതിയും വേവലാതിയും ഉണ്ടാവുകയും അതൊരു രോഗത്തിന് കാരണമായി തീരുകയും ചെയ്തു. അമ്മായിമ്മ അവളെ ഒരു വടിയെടുത്തുകൊണ്ട് നേർക്കുനേരെ അടിച്ചിരുന്നുവെങ്കിൽ അവളുടെ ശരീരത്തിൽ ഒരു പക്ഷേ വേദന പറ്റുമായിരുന്നു.
ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് അവളെ വെട്ടിയിരുന്നുവെങ്കിൽ അവൾക്ക് മുറി പറ്റുമായിരുന്നു. അല്പം ചുടുവെള്ളം തിളപ്പിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് എറിയുകയായിരുന്നുവെങ്കിൽ അവൾക്ക് തീപ്പൊള്ളലേൽക്കുമായിരുന്നു. കാര്യകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് നാശം സംഭവിക്കുമായിരുന്നു. ഇങ്ങനെ കാര്യകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രവൃത്തിയും അവിടെ നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ. ഇനി അഥവാ ചെയ്തെങ്കിൽ തന്നെ അമ്മായിമ്മ അവളിൽ നിന്ന് വളരെ വളരെ അകലത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മൺതൂക്കെടുത്ത് ആ മൺതൂക്കിൽ ആരെക്കൊണ്ടെങ്കിൽ കുറച്ച് അമ്പരത്തി പൂവിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് അതിൽ കുറെ ശുദ്രവസ്തുക്കൾ ഇട്ട് കുറെ ഭസ്മങ്ങൾ ഇട്ടിട്ട് കുറെ ശുദ്രമന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് എന്തെങ്കിലും ഒരു കൃത്യം ഇവൾക്കെതിരെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അങ്ങകലെ കിടക്കുന്ന ഈ ശുദ്രകാര്യങ്ങൾക്ക് ഒരു കാര്യകാര്യ ബന്ധത്തിന്റെ അടിസ്ഥാനവുമില്ലാത്ത രൂപത്തിൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ അസുഖമുണ്ടാക്കാൻ, അവൾക്ക് വിഷമമുണ്ടാക്കാൻ, അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒരിക്കലും അങ്ങനെയുള്ളൊരു കഴിവ് ഈ ലോകത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ആർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. സാധാരണയായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് പിശാചാണ് ഇതിന്റെ പിറകിൽ, പിശാചാണ് ഇതിലൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നത്, പിശാചാണ് സിഹിറിന്റെ രൂപത്തിൽ, കുട്ടിച്ചാത്തന്റെ രൂപത്തിൽ, ചേക്കുട്ടിപ്പാപ്പന്റെ രൂപത്തിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് എന്നൊരു പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. ആ വിശ്വാസം ഒരിക്കലും ശരിയല്ല. ഒരു മുസ്ലിമായ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും വിശ്വസിക്കാനാവുകയില്ല. കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്നാൽ പി കെ അബ്ദുൾ റസാഖ് മദനിയും അബ്ദുറഹ്മാൻ ഇരിവേറ്റിയും ജമീല ടീച്ചറും മൂസാവാണിമേലുമടക്കമുള്ളവരെ ലിസ്റ്റ് ചെയ്ത് പുറത്താക്കുമെന്ന് സക്കരിയ സുലാഹി പ്രസംഗിക്കുന്നു. പിന്നെ ചില ആളുകൾ കൂടി പോകാണ്ട്. അതെന്തിനാ? കേന്നമ്മ എന്ന് പറഞ്ഞിടക്കും. കേന്നമ്മിന്റെ ആശയോ ആദർശമോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരിടത്തുനിന്ന് പോണം തന്നെ ഞങ്ങൾ പറയണത്. ഞാൻ മാത്രല്ല, ഇതിന്റെ ഉത്തരവാദപ്പെട്ട എല്ലാവരും പറയുന്നുണ്ട്. അത് ലിസ്റ്റാക്കി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളത് പറയുന്നതിനാ ഞങ്ങളെ യോഗത്തിൽ നിങ്ങളെ മാതിരി കേഡർ പാർട്ടിയല്ല ഞങ്ങള്. തലമൂളി എന്ത് കേട്ടാലും തലമൂളിയിട്ട് ഇങ്ങനെ ആം ഓം നന്ദി നടക്കണ ആ സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നന്നാകണം. കേന്നമാന്ന് ഇങ്ങനെ ബ്രാൻഡും പറഞ്ഞ് നടന്നാ പോരാ. കേന്നമിന്റെ ആദർശം പഠിക്കണം, മനസ്സിലാക്കണം. കേന്നമിന്റെ ആദർശം എന്ന് പറഞ്ഞിട്ട് കുറെ പൊട്ട പോയത്തങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പറഞ്ഞ് നടന്നോ ഇതൊന്ന് പോകുന്നേ വേണ്ടത് എന്നാണ് ഞങ്ങളാ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതിനൊക്കെ ന്യായീകരിക്കുന്നോ ഞങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഓനുങ്ങളെ കൂട്ടത്തിൽ ചേരേണ്ടവനാണ്. ഓല അങ്ങനെയൊക്കെ ചെയ്താലും ഓലൊപ്പം തന്നെയാ നമ്മൾ നിൽക്കണ്ട് എന്ന് പറയുന്നവരുണ്ടോ? ഓലിന്ന് പോണ്ട തന്നെയാണ്, ഒരു സംശയമല്ല. ചോറ് പടിയും കൂറ അവിടെ ആയാൽ പറ്റുമോ? പറ്റൂല. അപ്പൊ അതൊക്കെ കേൾക്കണവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആരാ പുറത്തോണ്ട് ലിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് ലിസ്റ്റ് ചെയ്യേണ്ടവർക്ക് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യും. തൗഹീദ് പറഞ്ഞ് വിഭജിച്ച മുജാഹിദുകളെ ഇപ്പോൾ അതേ തൗഹീദ് തന്നെ കഷ്ണം കഷ്ണങ്ങളാക്കുകയാണ്. സലാം സുലമിയുടെ നേതൃത്വത്തിൽ പഴയ തൗഹീദ് പറയുന്ന മടവൂർ വിഭാഗം ചേകനൂരികളാണെന്ന് സക്കരിയ സുലാഹിയും കൂട്ടരും പ്രഖ്യാപിക്കുന്നു. സൃഷ്ടികളുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ സഹായം ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് പറയുന്ന സക്കരിയയും കൂട്ടരും പിഴച്ചവരാണെന്ന് മൗലവി വിഭാഗത്തിന്റെ തന്നെ ജമിയത്തുൽ ഉലമ സംസ്ഥാന പ്രസിഡന്റ് പി കെ അബ്ദുൾ റസാഖ് മദനി പ്രഖ്യാപിക്കുന്നു. സിഹിർ പരിക്കുമെന്നത് നല്ലവരായ സലഫികളുടെ അഖീദയാണെന്ന് സക്കരിയ സുലാഹിയും കൂട്ടരും പ്രബന്ധമെഴുതുന്നു. സിഹിറി എന്നത് പൗരോഹിത്യ സൃഷ്ടിയാണെന്ന് അതേ വിഭാഗത്തിലെ മറുവിഭാഗം നോട്ടീസുകൾ ഇറക്കുന്നു. സിഹിറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നവർ ഹദീസ് നിഷേധികളും കാഫിറുകളുമാണെന്ന് അബ്ദുറഹ്മാൻ സലഫിയും സക്കരിയയും കൂട്ടരും പ്രസംഗിക്കുന്നു. മൗലവി വിഭാഗം നേതാക്കൾ തന്നെയായ മൂസാവാണിമേലും അബ്ദുറഹ്മാൻ ഇരിവേറ്റിയും ജമീല ടീച്ചറും സിഹിർ പരിക്കുമെന്ന് വിശ്വസിച്ചാൽ തൗഹീദിന് പുറത്തു പോകുമെന്ന് തുറന്നു പറയുന്നു. മനുഷ്യ കഴിവിനതീതമായി പ്രപഞ്ചത്തിൽ ആരെങ്കിലും സഹായിക്കുമെന്നോ ഉപദ്രവം ചെയ്യുമെന്നോ വിശ്വസിച്ചാൽ അത് തൗഹീദിനെതിരാണെന്ന് കുഞ്ഞീദ് മദനി പുസ്തകങ്ങൾ എഴുതുകയും മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ ചോദിക്കലാണ് പ്രാർത്ഥന എന്ന് പാഠപുസ്തകങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യ കഴിവിനതീതമായി ജിന്നുകൾക്കും മലക്കുകൾക്കും പല കഴിവുകളുമുണ്ടെന്നും അവ ചോദിച്ചാൽ പ്രാർത്ഥനയോ ശിർക്കോ ആകില്ലെന്നും ഇസ്ലാഹ് മാസികയും അണിയറ ശില്പികളും പറയുന്നു. ചുരുക്കത്തിൽ തൗഹീദിന്റെ പേരിൽ മൗലവി വിഭാഗം തന്നെ രണ്ടായി പിളരുകയാണ്. സാധാരണക്കാരായ മുജാഹിദ് സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ട സമയമാണിത്. ഇതിൽ ഏതാണ് നിങ്ങൾ വിശ്വസിക്കുന്ന തൗഹീദ്? ഓരോ ഗ്രൂപ്പും ആ ഗ്രൂപ്പുകളിൽ തന്നെ ഓരോ മൗലവിമാരും വെവ്വേറെ തൗഹീദുകൾ അവതരിപ്പിക്കുന്നു. ഇന്നലത്തെ തൗഹീദ് പണത്തിന്റെ പുതിയ കേന്ദ്രങ്ങൾ കാണുമ്പോൾ ഇന്ന് മാറ്റി പറയുന്നു. 2001 വരെയുള്ള മുജാഹിദ് നേതാക്കളും അണികളും തൗഹീദിലെ
മൂന്നാം പാർട്ട് മനസ്സിലാക്കാതെ മരിച്ചുപോയവരാണെന്ന് മുജാഹിദ് പൗരോഹിത്യ സഭ തീരുമാനമെടുക്കുന്നു. KNM-ലെ ഓരോ ജോയിന്റ് സെക്രട്ടറിമാരും വ്യത്യസ്ത തൗഹീദുകൾ നിർമ്മിച്ച് അണികളെ കൂട്ടി പുതിയ കസേരയിലേക്കുള്ള വഴി തേടുന്നു. മുസ്ലിം മനസ്സുകളുടെ തൗഹീദിനോടുള്ള അഭിവാഞ്ചയും ശിർക്കിനോടുള്ള ഭയവും ചൂഷണം ചെയ്ത് കൊഴുത്തുയർക്കുന്ന പുരോഹിത മൗലവിമാരുടെ തനിനിറം ഇവിടെ തിരിച്ചറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ച മാലിക് ബിൻ ദീനാറും അനുചരരും കേരളീയ മുസ്ലിംകൾക്ക് പഠിപ്പിച്ച ഒരു തൗഹീദുണ്ട്. ഇന്ത്യയിലേക്ക് കടന്നുവന്ന അധിനിവേശ ശക്തികൾക്കെതിരെ പ്രതിരോധത്തിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം മങ്കൂസ് മൗലിദ് രചിച്ച തൗഹീദ് ഫത്ഹുൽ മുബീനിലൂടെ അധിനിവേശ വിരുദ്ധ പോരാളികളെ പ്രചോദിപ്പിച്ച സർഗ പോരാളി ഖാലി മുഹമ്മദ് മുഹീദ്ദീൻ മാല രചിച്ച തൗഹീദ് ബ്രിട്ടീഷുകാർക്കെതിരെ മിഗുനി നിഷേധത്തിന്റെ ആദ്യ മാതൃകകൾ സൃഷ്ടിച്ച മഹാനായ ഉമർ ഖാലി മുത്തുനബിയുടെ തിരുസന്നിധിയിൽ ചെന്ന് യാ അക്രമൽ ഖുറമ എന്നു പാടി ഇസ്തിഹാസ നടത്തിയ തൗഹീദ് സാമ്രാജ്യത്വ തിട്ടൂരങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം നയിച്ച മരക്കാരുമാരും മമ്പുറം തങ്ങന്മാരും ആലിമുസ്ലിയാരും വാര്യൻ കുന്നനും മറ്റു ധീരദേശാഭിമാനികളും നെഞ്ചിലേറ്റിയ തൗഹീദ്. പരമ്പരാഗതമായ ആ തൗഹീദിനെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പുലുകുക. പ്രബോധന ദൌത്യത്തിന്റെ ബാധ്യതയിതാ ഇവിടെ നിർവഹിച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളവർക്ക് സൽപാത തെരഞ്ഞെടുക്കാം, അല്ലാത്തവർക്ക് തള്ളാം. അല്ലാഹു യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ഉദ്യമം ഹൃദയമുള്ള സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു.